എൻ്റെ പേര് രേവതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിച്ച് ചോക്ലേറ്റ് ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് മിറർ ഗ്ലേസ് കേക്ക്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. ഇതിന് മുന്നേ ഞാൻ കുറേ കേക്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഒരു ചെറിയ ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സ് ആണ് എടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള തിളച്ച പാല് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. അത് അവിടെ ഇരുന്ന് അലിഞ്ഞോളും. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പിന്നെ 2 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഒരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് എഗ്ലെസ് കേക്കാണ് വേണ്ടതെങ്കിൽ ഞാൻ അതിന് മുന്നേ ഒരു എഗ്ലെസ് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ മുട്ട നമുക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ എപ്പോഴും മുട്ട ചേർത്ത കേക്ക് തന്നെയാണ് ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത്, ഈ മുട്ടയുടെ ഈ സ്മെല്ല് മാറാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് ഓയിലും ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 1/2 കപ്പായിട്ട് ചേർക്കാം. ഞാനിവിടെ 2ഉം കൂടെ മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ബീറ്റർ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എല്ലാ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി അരിച്ചിട്ടാണ് ചേർക്കണേ കേട്ടോ. അതിന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യണമെന്ന്, കാരണം നമ്മൾ ഓൾറെഡി അരിച്ച് വെച്ചതാണല്ലോ. അപ്പം നമ്മുടെ ഈ പൊടികളെല്ലാം കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു റിച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. മാത്രമല്ല നല്ല ചോക്ലേറ്റി ഡാർക്കായിട്ടായിരിക്കും നമ്മുടെ കേക്ക് ഇരിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാൻ. ഇനി അത് 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു അലുമിനിയത്തിൻ്റെ അടി കട്ടിയുള്ള പാത്രമാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സൈഡ്സിൽ നിന്നും നന്നായിട്ട് ചൂട് കിട്ടും. മുകളിൽ നിന്നും താഴത്തു നിന്നൊക്കെ നല്ല ചൂട് കിട്ടും. നമ്മളിത് ഓവനിൽ ചെയ്തെടുക്കുന്ന ഒരു എഫക്റ്റ് നമുക്കിതിലുണ്ടാവും.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. പക്ഷേ ഒരുപാട് ഉപയോഗിച്ച് പഴകിയത് എടുത്താൽ മതി, പുതിയതൊന്നും എടുക്കരുത്. അപ്പോൾ പുതിയതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പാത്രം നാശമായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരുവിധം ഉപയോഗിച്ച് കഴിഞ്ഞ് നോൺ സ്റ്റിക്ക് പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ സൂക്ഷിക്കുക, നല്ല ചൂടായിരിക്കും. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കില്ലേ, ആ ഒരു കല്ലാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ചൂടൊന്നും പുറത്തു പോകില്ല. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ കേക്കിൻ്റെ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. ആ സമയത്ത് ഒന്ന് നോക്കുക. അപ്പോഴും ആയിട്ടില്ലെങ്കിലും ഒരു 5 മിനിറ്റ്സും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. എനിക്ക് 30 മിനിറ്റ്സ് ആണ് എടുത്തത്. ഞാൻ സ്ക്യൂർ വെച്ച് നോക്കി, നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഞാനൊരു ടവലിട്ടിട്ട് മൂടി വെക്കുകയാണ്. തുറന്ന് വെക്കരുത്, അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി നമുക്ക് കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതവിടെ തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബൗളൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് നല്ല സോഫ്റ്റ് പീക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് നല്ല സ്റ്റിഫ് പീക്സ് കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് 3 പാർട്ടായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നല്ല ജ്യൂസി ആയിരിക്കണം നമ്മുടെ കേക്ക്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഷാർപ്പ് എഡ്ജായിട്ടുള്ള ഫിനിഷിംഗ് ഉള്ള കേക്കാണ് വേണ്ടതെങ്കിൽ ഏറ്റവും മുകളിലത്തെ കേക്കിന്റെ ലെയർ ഉണ്ടല്ലോ, അത് ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ കേക്കിന് ഒരു ഷാർപ്പ് എഡ്ജൊന്നും കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ കേക്ക് ക്രീം വെച്ച് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിന് ക്രം കോട്ടിംഗ് എന്നാണ് പറയാം. ഇതൊന്ന് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള ക്രീമൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ കേക്കിലേക്കുള്ള ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജെലറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും എടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലാത്തവർക്ക് കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ചേർക്കാനുള്ളത് ഒരു 200 ഗ്രാം ചോക്ലേറ്റ് ആണ്. ഇവിടെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജെലറ്റിൻ മിക്സ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ജെലറ്റിൻ അലിയുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ക്രീമും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ക്രീം ഇനി അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടെ സുഖമായിരിക്കും. അപ്പം നന്നായിട്ട് എല്ലാ സൈഡ്സിലും ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം കണ്ടോ, ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്ലേസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഗ്ലേസ് ഒരു ചെറിയ ചൂടിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് കട്ട പിടിച്ച് പോകും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേറൊരു കുഞ്ഞൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗ്ലേസ് ഒന്ന് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിത് വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. 2-3 ചെറീസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് സൈഡ്സ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കേക്കിൻ്റെ ബേസ് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രോസ്റ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.